ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള മാർക്കിംഗ് അഥവാ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നും നൽകിയ മാർക്കുകൾ എങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാമെന്നും നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ക്ലാസ് റൂം എങ്ങനെ ഉപയോഗിക്കണമെന്നും അസൈൻമെൻറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും വാല്യൂ ചെയ്യണമെന്നുള്ള ബേസിക് കാര്യങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു. സ്ട്രീം പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. ക്ലാസ് റൂം സെറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ജനറൽ ടാബിന് താഴെ മാർക്കിംഗ് എന്നൊരു സെക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു സെക്ഷൻ ക്ലാസ് റൂമിൻ്റെ മൊബൈൽ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് വെബ്സൈറ്റിലൂടെ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ മാർക്ക് കാൽക്കുലേഷൻ താഴെ ഓവറോൾ മാർക്ക് കാൽക്കുലേഷൻ എന്നുള്ള സെക്ഷനിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അതിനകത്ത് 3 ഓപ്ഷനാണ് ഉണ്ടാവുക: നോ ഓവറോൾ മാർക്ക്, ടോട്ടൽ പോയിൻറ്റ്സ്, വെയ്റ്റഡ് ബൈ കാറ്റഗറി. നോ ഓവറോൾ മാർക്കാണ് കൊടുക്കുന്നതെങ്കിലും നമുക്കിവിടെ മാർക്ക് കാറ്റഗറി താഴെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കാറ്റഗറിക്ക് ഒരു പേര് വേണം, ഡീഫോൾട്ട് പോയിൻ്റ് എത്രയാണെന്നും സെറ്റ് ചെയ്യണം. ടോട്ടൽ പോയിൻ്റ് കൊടുക്കുമ്പോഴും അത് തന്നെയാണ് ചോദിക്കുന്നത്, മാർക്ക് കാറ്റഗറിയുടെ പേരും പോയിൻ്റ് എത്രയാണെന്നും. എന്നാൽ വെയ്റ്റഡ് ബൈ കാറ്റഗറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാറ്റഗറിയുടെ പേരിനോടൊപ്പം ചോദിക്കുന്നത് പോയിൻ്റ് അല്ല, മറിച്ച് പേഴ്സൻറ്റേജ് ആയിരിക്കും. ഇനി നമുക്കിത് മൂന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തന്നെയുള്ള ലേൺ മോർ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ പുതിയൊരു ടാബിൽ ഗ്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നോ ഓവറോൾ മാർക്ക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിന് ടോട്ടൽ മാർക്ക് സെറ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഓപ്ഷനായ ടോട്ടൽ പോയിൻറ്റ്സ് ഗ്രേഡിംഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് പല കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അസൈൻമെൻ്റ് ആയിട്ടോ ടെസ്റ്റ് ആയിട്ടോ എസ്സേ ആയിട്ടോ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എക്സാമ്പിളിൽ എസ്സേ കാറ്റഗറിക്കകത്ത് ഒരു എസ്സേയും ടെസ്റ്റ് കാറ്റഗറിക്കകത്ത് ഒരു ടെസ്റ്റുമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടിൻ്റെയും മാർക്ക് തമ്മിൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കിട്ടുന്ന മാർക്ക് വെച്ച് പെർസെൻറ്റേജ് കണക്കാക്കിയാണ് ഇവിടുത്തെ രീതി. ഇത് വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഈ മെത്തേഡ്. ഇനി രണ്ടാമത്തേത് വെയ്റ്റഡ് ബൈ കാറ്റഗറി ഗ്രേഡിംഗ് ആണ്. ഇതിനകത്ത് ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനമാണ് ടോട്ടാലിറ്റിയുടെ അകത്തുനിന്നുള്ള പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100ആയി നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഓരോ കാറ്റഗറിയുടെയും വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നു. ഉദാഹരണത്തിന് അസൈൻമെൻറ്റ് 25%, അറ്റൻഡൻസിന് 25%, ടെസ്റ്റിന് 50%, അങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ എസ്സേ കാറ്റഗറിക്ക് 50%, ടെസ്റ്റ് കാറ്റഗറിക്ക് 50%മാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. 2 എസ്സേ കാണിച്ചിട്ടുണ്ട്, 2 ടെസ്റ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എസ്സേ 1 and 2ൻ്റെ ആവറേജ് ആദ്യം എടുക്കുന്നു, എന്നിട്ട് ആ ആവറേജിനെ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സ്കോർ കിട്ടുന്നതാണ്. ടെസ്റ്റിനും അതുപോലെ തന്നെ 2 ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടെസ്റ്റിൻ്റെയും ആവറേജ് ആദ്യം കണക്കാക്കിയ ശേഷം വെയിറ്റേജ് 50% ആയതുകൊണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 2 വെയിറ്റേജ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 2 കാറ്റഗറി സ്കോറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സ്കോർ കിട്ടുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും സാധാരണഗതിയിൽ ഇൻ്റേണൽ മാർക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത് വെയ്റ്റഡ് ബൈ കാറ്റഗറി ഗ്രേഡിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കാറ്റഗറി സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. നമ്മൾ തിരിച്ച് മാർക്കിംഗ് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. വെയ്റ്റഡ് ബൈ കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മാർക്ക് കാറ്റഗറി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ആദ്യത്തെ മാർക്ക് കാറ്റഗറി അസൈൻമെൻറ്റ് എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കാറ്റഗറി ടെസ്റ്റ് എന്ന് കൊടുക്കാം. 2 കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാറ്റഗറിയും കൂടെ കൂട്ടിയാൽ 100% വന്നെങ്കിൽ മാത്രമേ സിസ്റ്റം ഇത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇവിടെ ഷോ ഓവറോൾ മാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് സ്റ്റുഡൻറ്റിന് മാർക്ക് കാണാമോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനാണ്. ഇത് ഓൺ ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ക്ലാസ് വർക്ക് പേജിലേക്ക് പോകാം. ഒരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നു. വലതുവശത്ത് നമുക്ക് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളോട് മാർക്ക് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത കാറ്റഗറിയാണ് ഇതിനകത്ത് വരിക. അസൈൻമെൻറ്റും ടെസ്റ്റുമുണ്ട്. ഇതൊരു അസൈൻമെൻ്റ് ആയതുകൊണ്ട് അസൈൻമെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. പോയിൻറ്റ്സ് ചോദിക്കുന്നു, എത്ര പോയിൻ്റാണ് അസൈൻമെൻറ്റ് എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. തൽക്കാലം 15 മാർക്കിന് അസൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. ഡ്യൂ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം.
ടോപ്പിക് ചോദിക്കുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്ത ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി അസൈൻമെൻറ്റ് അസൈൻ ചെയ്യാം. സിമിലർലി ഒരു ടെസ്റ്റും കൂടെ സെറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ആയിട്ടോ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷോർട്ട് ആൻസറാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. കാറ്റഗറിക്കകത്ത് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. പോയിൻറ്റ്സ് 50 പോയിൻ്റായി സെറ്റ് ചെയ്യുന്നു. ആസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു അസൈൻമെൻറ്റും ടെസ്റ്റും സെറ്റ്. സ്റ്റുഡൻസ് അസൈൻമെൻറ്റും ക്വസ്റ്റ്യനും വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രീം പേജിലൂടെ കാണാവുന്നതാണ്. 3 സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 സ്റ്റുഡൻസ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ് വർക്ക് പേജിലേക്ക് പോയി അത് വാല്യൂ ചെയ്യാം. ഇതാണ് ടെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യനിൽ പോയാൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. 3 പേരുടെയും ആൻസേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിംഗ്ലി ഇവിടെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാർക്കിട്ട ശേഷം റിട്ടേൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനത് പോയി കഴിഞ്ഞു. അസൈൻമെൻറ്റ് ഓപ്പൺ ചെയ്യാം. ഒരു അസൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. അസൈൻമെൻറ്റ് വായിച്ചു നോക്കിയ ശേഷം വലതുവശത്ത് മാർക്ക് കൊടുക്കാവുന്നതാണ്. അതിന് താഴെ സ്റ്റുഡൻറ്റിനോട് വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് കമൻറ്റും ചെയ്യാവുന്നതാണ്. റിട്ടേൺ ചെയ്യുന്നു. നമ്മൾ തിരിച്ച് സ്ട്രീം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അസൈൻമെൻറ്റിനും ടെസ്റ്റിനും മാർക്കിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മുകളിലുള്ള മാർക്സ് എന്നുള്ള ടാബിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ നമ്മൾ നൽകിയ ടെസ്റ്റാണിത്. ഇത് കൊടുത്ത അസൈൻമെൻറ്റ്. ഇത് നേരത്തെ നൽകിയിരുന്നൊരു അസൈൻമെൻറ്റാണ്. അപ്പോൾ ടോട്ടലി 2 അസൈൻമെൻറ്റും ഒരു ടെസ്റ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റിൻ്റെ കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. കാറ്റഗറി 50. ഇത് അസൈൻമെൻറ്റ് കാറ്റഗറി 15 മാർക്കിൽ. ഇത് വീണ്ടും അസൈൻമെൻറ്റ് കാറ്റഗറി 15 മാർക്കിൽ. ആദ്യത്തെ റോ എന്ന് പറയുന്നത് ക്ലാസ് ആവറേജാണ്. ഈ ടെസ്റ്റിന് ക്ലാസ്സിന് കിട്ടിയ ആവറേജാണിത്. ഇത് അസൈൻമെൻറ്റിന് കിട്ടിയ ആവറേജ്. ഇത് നേരത്തെ കൊടുത്ത അസൈൻമെൻറ്റിന് കിട്ടിയ ക്ലാസ് ആവറേജ് മാർക്കാണ്. ഇത് ഓരോരുത്തരുടെയും ഓരോന്നിലുള്ള റെസ്പെക്റ്റീവ് മാർക്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കാറ്റഗറി പെർസെൻറ്റേജ് അനുസരിച്ച് 2 അസൈൻമെൻറ്റിനും കൂടെ 40%, ടെസ്റ്റിന് 60% എടുത്ത് ടോട്ടാലിറ്റി എടുത്ത മാർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും പേഴ്സൻറ്റേജാണ് ഇവിടെ വരിക. നമ്മൾ ടോട്ടൽ മാർക്ക് സെക്ഷൻ സെലക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഇതിന് പകരം പോയിൻറ്റ്സ് വന്നേനെ. വെയ്റ്റഡ് ബൈ കാറ്റഗറി എടുത്തിരുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ടോട്ടൽ പേഴ്സൻറ്റേജാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഈ മാർക്സ് നമുക്ക് എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. വീണ്ടും ക്ലാസ് വർക്ക് പേജിലേക്ക് പോകുന്നു. ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റോ ടെസ്റ്റോ സെലക്ട് ചെയ്യുന്നു. വ്യൂ അസൈൻമെൻറ്റ് കൊടുക്കുന്നു. അസൈൻമെൻറ്റ് പേജ് ഓപ്പണായി വരുമ്പോൾ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 3 ഓപ്ഷനാണ് കാണിക്കുക. ഒന്ന് ഗൂഗിൾ ഷീറ്റിലേക്ക് മാർക്ക് കോപ്പി ചെയ്യാനും, രണ്ടാമത്തേത് എല്ലാ മാർക്കും എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ് വർക്കിൻ്റെ മാർക്കും ഡൗൺലോഡ് ചെയ്യാനും, മൂന്നാമത്തേത് ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് മാത്രം ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ ഡൗൺലോഡ് ആൾ മാർക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എക്സൽ ഫയലായിട്ട് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സൽ ഷീറ്റ് ഓപ്പൺ ആവുന്നത് ഈ രൂപത്തിലാണ്. ഇതിൽ സ്റ്റുഡൻസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് എത്രയാണെന്നുള്ളത്, ഓരോ ക്ലാസ് വർക്കും നൽകിയ ഡേറ്റും അതിൻ്റെ പേരും അതിന് കറസ്പോണ്ടിങ് സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്ന മാർക്കും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.